അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. ഒരു വസ്തു മോഷന്റെ തുടക്കത്തിൽ റെസ്റ്റിലാണ്. ഇറ്റ് അണ്ടർഗോസ് വൺ ഡയമെൻഷണൽ മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. വൺ ഡയമെൻഷണൽ മോഷൻ ആണ്, ഏത് ആക്സിസോ ആവാം, കോൺസ്റ്റന്റ് ആക്സിലറേഷനിലോടുകൂടിയാണ് പോകുന്നത്. ഓക്കെ, എക്സ് ആക്സിസ് തന്നെയാണ്. ദ പവർ ഡെലിവേർഡ് ടു ഇറ്റ് അറ്റ് ടൈം ടി ഈസ് പ്രൊപ്പോർഷണൽ ടു. അപ്പോ ഈ വസ്തു മൂവ് ചെയ്യണമെങ്കിൽ ഈ വസ്തുവിൽ വർക്ക് ചെയ്യപ്പെടണം, ശരിയല്ലേ? അപ്പൊ ടി സമയത്തേക്ക് വർക്ക് ചെയ്യപ്പെട്ടാൽ അതിനർത്ഥം എന്താണ്? ഏതോ ഒരു ഏജന്റ് ഈ വസ്തുവിലേക്ക് പവർ ഡെലിവർ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? നിങ്ങൾക്കറിയാം വർക്ക് ബൈ ടൈം ആണ് എന്ത്? പവർ അല്ലേ, അല്ലെങ്കിൽ എനർജി ബൈ ടൈം. അപ്പൊ നമുക്ക് ആ പവർ, ഏതോ ഒരു ഏജന്റ് ഡെലിവർ ചെയ്ത ആ പവർ എന്തിനാണ് പ്രൊപ്പോർഷണൽ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വൺ ഡയമെൻഷണൽ മോഷൻ ആണ്, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എം മാസ് ഉള്ളൊരു വസ്തു, അതില് നിങ്ങൾ എഫ് എന്നുള്ളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, എക്സ്റ്റേണൽ ഫോഴ്സ്, എങ്കിൽ ആ വസ്തു ആക്സിലറേറ്റ് ചെയ്യപ്പെടും, ശരിയല്ലേ? എ. അപ്പൊ എഫ് ഈക്വൽ ടു എം എ ആണ് എന്ത്? ഫോഴ്സിന്റെ ഫോർമുല. അപ്പോൾ മാസ് കോൺസ്റ്റന്റ് ആണ് ഇവിടെ, അത് നമുക്കറിയാമല്ലോ, കുഴപ്പമില്ല. അതുപോലെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അപ്ലൈ ചെയ്യപ്പെടുന്ന ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഫോഴ്സ് ഉണ്ടേ. ഇനി പവർ നിങ്ങൾക്കറിയാം, പവറിന്റെ ഫോർമുലയിൽ ആരൊക്കെയുണ്ട്? വർക്ക് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ എഫ് ഡോട്ട് എസ് ബൈ ടി ആണ്, ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫോർമുല ഉണ്ട്, എന്താണ്? എസ് ബൈ ടി വി ആണെന്ന് എടുത്താൽ എഫ് ഡോട്ട് വി എന്ന്, അല്ലെങ്കിൽ എഫ് ഇൻറ്റു വി, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ ഫോഴ്സ് നമുക്കുണ്ട് എം ഇൻറ്റു എ. ഇനി വെലോസിറ്റിയും കൂടെ കണ്ടുപിടിച്ചാൽ പോലെ. എന്ത് വെലോസിറ്റിയാണ്? ഫൈനൽ വെലോസിറ്റി, അതായത് ടി സമയം കൊണ്ട് ആർജിക്കുന്ന വെലോസിറ്റിയാണ്. അതായത് ഇനീഷ്യൽ വെലോസിറ്റി അല്ല. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. കാര്യം റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ടി സമയം കൊണ്ട് ആർജിക്കുന്ന വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്, ടി സമയമുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ന്യൂട്ടന്റെ കൈനമാറ്റിക് ഇക്വേഷൻ, ഫസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇതിൽ യു 0 അല്ലേ? സോ വി ഈക്വൽ ടു എ ടി എന്ന് എഴുതിക്കൂടെ, ശരിയല്ലേ? അപ്പൊ വി കിട്ടി. ഇനി പവർ ഡെലിവർ ചെയ്ത് എത്രയാണ്? പി ഈക്വൽ ടു എഫ് ഇൻറ്റു വി. എഫ് എന്ന് പറഞ്ഞാൽ എം എ ഇൻറ്റു വിക്ക് പകരം എ ടി. സോ എം എ ഇൻറ്റു എ ടി എന്ന് പറഞ്ഞാൽ എം എ സ്ക്വയർ ടി. ഇതിൽ മാസ് കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് കോൺസ്റ്റന്റ്. അപ്പോ പി ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു ടി. എന്ന് വെച്ചാൽ പി എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ടിക്ക് പ്രൊപ്പോർഷണൽ ആണ്, ശരിയല്ലേ? അപ്പോ ഓപ്ഷൻ ഏതാണ്? പ്രൊപ്പോർഷണൽ ടു ടി. ഓപ്ഷൻ ബി ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് മൂവിംഗ് യൂണി ഡയറക്ഷണലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എ സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് പവർ. ഇപ്പോൾ ഒരു ബോഡി യൂണി ഡയറക്ഷണലി എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിലൂടെ പോകുന്നു. അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് പവർ. അപ്പോൾ ഒരു സോഴ്സ് കോൺസ്റ്റന്റ് ആയ പവർ ഈ ബോഡിയിലേക്ക് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയി ഈ ബോഡിയിൽ വർക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്, ഇപ്പോൾ ഒരു ബോഡിയിൽ വർക്ക് ചെയ്യപ്പെടണം എങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ ഫോഴ്സ് ഈ ബോഡിയെ ഒരു നിശ്ചിത ദൂരം കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടണം ഈ ബോഡി. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയിൽ വർക്ക് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ബോഡിയിൽ യൂണി ഡയറക്ഷനിലായി മൂവ് ചെയ്യുന്ന ഒരു ബോഡി, അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? മറ്റെന്തോ ഒരു സോഴ്സ് ഈ ബോഡിയിലേക്ക് കോൺസ്റ്റന്റ് ആയി പവർ ഡെലിവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ ടൈം ടി, ഒരു ടി സമയം കൊണ്ട് ഈ ബോഡി ആർജിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഓക്കെ, ടിക്കാണോ, ടി സ്ക്വയറിനാണോ, ടിയുടെ ഏത് ഫോമിനാണ് പ്രൊപ്പോർഷണൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നോക്കൂ, നമുക്ക് ഡയമെൻഷണൽ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈമിന്റെ ഏത് പവറിനാണ് പ്രൊപ്പോർഷണൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾ ഡയമെൻഷണൽ മെത്തേഡ് ഒന്ന് ഉപയോഗിച്ചാൽ കൊള്ളാമായിരിക്കും. എന്ന് വെച്ചാൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി അല്ലേ? പവർ പി, ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എഫ് ഇൻറ്റു വി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഫോഴ്സിന്റെ ഡയമെൻഷൻ കൊടുക്കാം, വെലോസിറ്റിയുടെ ഡയമെൻഷൻ കൊടുക്കാം. കണ്ടോ, ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എം എൽ ടി റേസ് ടു -2 മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതുപോലെ വെലോസിറ്റി ഡയമെൻഷൻ എൽ ടി റേസ് ടു -1. അപ്പൊ നോക്കിക്കേ,
എം എൽ സ്ക്വയർ ടി റൈസ് ടു -3 ആണ് പവറിന്റെ ഡയമെൻഷൻ. ശരിയല്ലേ? പിന്നെ ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ്, ഈ ബോഡി മൂവ് ചെയ്യുന്നത് ഒരു സോഴ്സിന്റെ ഇൻഫ്ലുവൻസിലാണ്. ആ സോഴ്സ് കോൺസ്റ്റന്റ് ആയ ഒരു പവർ ആണ് ഡെലിവർ ചെയ്യുന്നത്. ശരിയല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇയാളെ ഇങ്ങി കൊണ്ടുവന്നാൽ ഇയാൾ ഇപ്പൊ താഴെ കിടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ആരൊക്കെ ഉള്ളൂ? എൽ സ്ക്വയറും ടി റൈസ് ടു -3 ഉള്ളൂ. ഈ പവർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മാസും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ പി ബൈ എം എന്നുള്ള ഈ സംഗതിയും കോൺസ്റ്റന്റ് ആവണ്ടേ? അപ്പൊ ഇപ്പുറത്തുള്ളത് ആരാണ്? എൽ സ്ക്വയർ ടി റൈസ് ടു -3, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ ഒരു കോൺസ്റ്റന്റ് എന്ന് കിട്ടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എൽ സ്ക്വയർ ടി റൈസ് ടു -3 ഇസ് എ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ടി റൈസ് ടു -3 ഇങ്ങ് താഴെ വരുമ്പോൾ എൽ സ്ക്വയർ ബൈ ടി റൈസ് ടു 3 ഇസ് എ കോൺസ്റ്റന്റ്. ശരിയല്ലേ? ഈ ടി ക്യൂബ് അല്ലെങ്കിൽ ടി റൈസ് ടു 3 ഇങ്ങ് കൊണ്ടുപോകുമ്പോൾ എൽ സ്ക്വയർ ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു ടി ക്യൂബ് എന്ന് കിട്ടും. സം കോൺസ്റ്റന്റ് ഇൻറ്റു ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം എൽ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. ശരിയല്ലേ? അപ്പൊ എൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എൽ സ്ക്വയർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് ആണെങ്കിൽ എൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട് എടുക്കുക, ടി റൈസ് ടു 3 ദ ഹോൾ റൈസ് ടു ഹാഫ് എന്ന് വെച്ചാൽ ടി റൈസ് ടു 3/2. സോ ഡിസ്പ്ലേസ്മെന്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ടൈമിന്റെ 3/2 ആ പവറിന് പ്രൊപ്പോർഷണൽ ആണ്. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ടി റൈസ് ടു 3/2. അത് ഏത് ഓപ്ഷൻ ആണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇതുപോലെയുള്ള രീതിയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ത്? മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്. ക്ലിയർ ആയല്ലോ? ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. എ പമ്പ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ക്യാൻ പമ്പ് വാട്ടർ ടു ഫിൽ എ ടാങ്ക് ഓഫ് വോളിയം 30 മീറ്റർ ക്യൂബ് ഇൻ 15 മിനിറ്റ്സ്. അപ്പൊ നോക്കൂ, ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പമ്പ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? ആ പമ്പിന് 15 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കാൻ പറ്റും. ടാങ്ക് എവിടെയാണ് വെച്ചിരിക്കുന്നത്? പമ്പിന്റെ തൊട്ടടുത്താണോ ടാങ്ക് വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ അല്ല, ടാങ്ക് ഏറ്റവും മുകളിലാണ് വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? പൊട്ടൻഷ്യൽ എനർജി കൂടുതലുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? എന്നാലേ വെള്ളം എന്ത് ചെയ്യുള്ളൂ? ഓരോ ടാപ്പിലും കറക്റ്റ് ആയിട്ട് വരികയുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി കൂടുതലുള്ളത് കൊണ്ട്. അല്ലാതെ ടാങ്ക് പമ്പിന്റെ തൊട്ടടുത്ത് വയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എ പമ്പ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ക്യാൻ പമ്പ് വാട്ടർ ടു ഫിൽ എ ടാങ്ക് ഓഫ് വോളിയം 30 മീറ്റർ ക്യൂബ് ഇൻ 15 മിനിറ്റ്സ്. അപ്പോൾ ആ പമ്പിന് 30 മീറ്റർ ക്യൂബ് വോളിയമുള്ള ഒരു ടാങ്ക് അതിനെ നിറയ്ക്കാൻ 15 മിനിറ്റ് എടുക്കും ഈ മോട്ടറിന്. ഓക്കെ, ഈ പമ്പിന്. ഇഫ് ദ ടാങ്ക് ഈസ് 40 മീറ്റർ എബോവ് ദ ഗ്രൗണ്ട് ആൻഡ് ദ എഫിഷ്യൻസി ഓഫ് ദ പമ്പ് ഈസ് 30%, ഹൗ മച്ച് ഇലക്ട്രിക് പവർ ഈസ് കൺസ്യൂംഡ് ബൈ ദ പമ്പ്? ഈ ടാങ്ക് എന്നത് ഗ്രൗണ്ടിൽ നിന്ന് 40 മീറ്റർ മുകളിലാണ്, 40 മീറ്റർ. അതുപോലെ ഈ പമ്പിന്റെ എഫിഷ്യൻസി 30% ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പമ്പ് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് പവർ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പമ്പിന്റെ എഫിഷ്യൻസി 30% എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മൾ 100% എനർജി കൊടുത്തു കഴിഞ്ഞാൽ പമ്പ് എന്ന് വെച്ചാൽ ഇലക്ട്രിക് പവർ നിങ്ങളിപ്പോ 100 ജൂൾ കൊടുക്കുന്നുവെങ്കിൽ പമ്പ് ഉപയോഗിക്കുന്നത് 30 ജൂൾ ആയിരിക്കും. അതാണ് 30% എഫിഷ്യൻസി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നിങ്ങൾ കൊടുക്കുന്ന എനർജി എത്രയാണോ അത് മുഴുവൻ പമ്പ് ഉപയോഗിക്കില്ല. അതിന്റെ 30% മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? പമ്പ് ഉപയോഗിക്കുള്ളൂ. ബാക്കിയെല്ലാം പല പല രീതിയിൽ അത് ഡിസിപ്പേറ്റഡ് ആയിട്ട് പോകും, വേസ്റ്റ് ആയിട്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? അതാണ് പമ്പിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ എഫിഷ്യൻസി കൂട്ടാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പമ്പിന്റെ എഫിഷ്യൻസി 30% ആണ്. അപ്പൊ ഈ പമ്പിന്റെ പ്രത്യേകത എന്താണ്? ഈ പമ്പ് 15 മിനിറ്റ് കൊണ്ട് 30 മീറ്റർ ക്യൂബ് വോളിയമുള്ള ഒരു ടാങ്കിനെ നിറയ്ക്കുന്നു. ടാങ്ക് എവിടെയായിരിക്കുന്നത്? ഗ്രൗണ്ടിൽ നിന്ന് 40 മീറ്റർ മുകളിലാണ് ടാങ്ക് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പമ്പിന്റെ എഫിഷ്യൻസി 30%, ടാങ്ക് 40 മീറ്റർ മുകളിലാണ്, 15 മിനിറ്റ് കൊണ്ട് 30 മീറ്റർ ക്യൂബ് വോളിയമുള്ള ആ ടാങ്കിനെ നിറയ്ക്കാൻ ഈ പമ്പിന് പറ്റുന്നു. പമ്പിന്റെ എഫിഷ്യൻസി 30%. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഈ പമ്പ് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് പവർ എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ എപ്പോഴും പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ എനർജി ബൈ ടൈം ആണ്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നോക്കൂ, ഈ 40 മീറ്റർ മുകളിലുള്ള ഈ ടാങ്കില് വെള്ളം ആണ് നിങ്ങൾ നിറയ്ക്കുന്നത്. ഓക്കെ, വെള്ളം നിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ടാങ്ക് മുഴുവൻ നിറയ്ക്കണം. ശരിയല്ലേ?
30 മീറ്റർ ക്യൂബ് വോളിയമുള്ള ടാങ്കിൽ എന്തുമാത്രം വെള്ളം കൊള്ളും? എന്തുമാത്രം മാസ് വെള്ളം കൊള്ളും? മാസ് ഓഫ് വാട്ടർ ടു ബി പംപ്ഡ് അപ്പ്. നിങ്ങൾക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അങ്ങനെയാണ്, ശരിയല്ലേ? വോളിയം തന്നിട്ടുണ്ട് എത്ര? 30 മീറ്റർ ക്യൂബ് ടാങ്കിന്റെ വോളിയം. ആ 30 മീറ്റർ ക്യൂബ് വോളിയമുള്ള ടാങ്കാണ് നമ്മൾ നിറയ്ക്കേണ്ടത്. ഡെൻസിറ്റി എന്തിന്റെ ഡെൻസിറ്റിയാണ്? വെള്ളത്തിന്റെ ഡെൻസിറ്റിയാണ്, ശരിയല്ലേ? അപ്പോ 30 മീറ്റർ ക്യൂബ് വോളിയമുള്ള ടാങ്ക് നിറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വീഴുന്ന വെള്ളത്തിന്റെ വോളിയം എത്രയാണ്? നിറയുന്ന വെള്ളത്തിന്റെ വോളിയം 30 മീറ്റർ ക്യൂബാണ്. അപ്പോൾ 30 മീറ്റർ ക്യൂബാണ് നിറയുന്ന വെള്ളത്തിന്റെ വോളിയം ഇൻറ്റു വെള്ളത്തിന്റെ ഡെൻസിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം മാസ് വെള്ളമാണ് എന്ന് കിട്ടും, ശരിയല്ലേ? എത്ര മാസ് വെള്ളമാണ് നിങ്ങൾ പമ്പ് ചെയ്ത് മുകളിലേക്ക് എത്തിക്കേണ്ടത്? അതെങ്ങനെയാണ് കിട്ടുക? ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി ഇൻറ്റു വെള്ളത്തിന്റെ വോളിയം. വെള്ളത്തിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ആ ടാങ്കിന്റെ വോളിയമാണ്. അത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? ടാങ്കിന്റെ വോളിയം 30 മീറ്റർ ക്യൂബ്. സോ വെള്ളത്തിന്റെ ഡെൻസിറ്റി 1000 കിലോഗ്രാം മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാസ് കണ്ടുപിടിച്ചൂടെ? ഈ വോളിയം ഇൻറ്റു ഡെൻസിറ്റി, ശരിയല്ലേ? ഒന്ന് നോക്കൂ, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എത്ര? 30 മീറ്റർ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി എത്ര? വെള്ളത്തിന്റെ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അത് രണ്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടാങ്കില് ഈ മോട്ടർ കാരണം, ഈ മോട്ടർ നിറയ്ക്കുന്ന, മോട്ടർ അല്ല, ഈ പമ്പ് എന്ത് ചെയ്യുന്ന, പിന്നെ മുകളിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ആ ടാങ്ക് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വെള്ളത്തിന്റെ മാസ് എത്രയെന്ന് കിട്ടും, ശരിയല്ലേ? എത്രയാണത്? 30 × 1000 3 × 10⁴ കിലോഗ്രാം എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് വെള്ളത്തിന്റെ മാസ്. ഈ ഇത്രയും മാസിനെ എന്ത് ചെയ്യണം? ഈ പമ്പ് മുകളിലേക്ക് എത്തിക്കണം, ശരിയല്ലേ? അപ്പോൾ ഈ മുകളിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പമ്പ് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം, ശരിയല്ലേ? ആ വർക്ക് ചെയ്യുന്നത് എന്തായി സ്റ്റോർ ചെയ്യപ്പെടും? ഈ വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും, ശരിയല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വർക്കിന് പകരം എന്ത് എഴുതിയാൽ മതി? നമുക്കവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതിയാൽ മതി. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. ആ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് തുല്യമാണ്, ശരിയല്ലേ? അപ്പൊ വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക. വെള്ളത്തിന്റെ മാസ് അറിയാം, ഹൈറ്റ് അറിയാം. കാര്യം എന്തുമാത്രം ഹൈറ്റിലേക്കാണ് ഇത് പമ്പ് ചെയ്ത് കയറ്റേണ്ടത് അതറിയാം. ജിയുടെ വാല്യൂ അറിയാം. അപ്പൊ mgh ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മറ്റൊന്നുമല്ല. ഓക്കെ, കുഴപ്പമില്ലല്ലോ. mgh. സോ mgh എന്ന് പറഞ്ഞാൽ m മാസ് 3 × 10⁴ ഇൻറ്റു g എത്ര? 9.8 ഇൻറ്റു ഹൈറ്റ് എത്ര? 40 മീറ്റർ. അപ്പൊ mgh ആയേ. പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി ഡിവൈഡഡ് ബൈ ടൈം. എന്തുമാത്രം സമയം കൊണ്ടാണ് ഇത് മുകളിലേക്ക് എത്തിയത്? ഈ ടാങ്ക് നിറഞ്ഞത് 15 മിനിറ്റ്. അത് സെക്കൻഡ് ആക്കുക. 15 × 60 900 സെക്കൻഡ്. സോ റിക്വയർഡ് പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? mgh/t. സോ mgh ഡിവൈഡഡ് ബൈ ടൈം 900 സെക്കൻഡ്. ഇത്രയും വാട്ട് W ആണ്. ഇത്രയും വാട്ട് പവറാണ്. ഈ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പമ്പിൽ നിന്നും പമ്പ് കൊടുക്കുന്ന പവറാണിത്. മനസ്സിലായില്ലേ? നമ്മൾ കൊടുക്കുന്ന പവർ അല്ല. നമ്മൾ കൊടുക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് പവർ ആണ്, അല്ലേ? ഇലക്ട്രിസിറ്റി കൊണ്ടല്ലേ ഈ പമ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മളിപ്പോ കൊടുക്കുന്നത് ഇന്ന പവർ ആണ് എങ്കിൽ ആ മുഴുവൻ പവറും എന്ത് ചെയ്യില്ല? ഈ പമ്പ് സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ഈ പമ്പിന്റെ എഫിഷ്യൻസി 30% എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് എത്ര പവർ ആണോ അതിൽ നിന്നും ഈ പമ്പ് കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന പവറിന്റെ 30%, ശരിയല്ലേ? അപ്പൊ ഈ കാര്യം എന്താണ്? ഇത് പമ്പ് കൺസ്യൂം ചെയ്ത പവറാണ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നതല്ല. ഇത് പമ്പിൽ നിന്നും കിട്ടിയ പവറാണ്, അല്ലെ? പമ്പിൽ നിന്നും വെള്ളത്തിലേക്ക് കൊടുക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ പി ഔട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ എന്ന് പറയാം. ഓക്കെ, ഇതാണ് പമ്പിൽ നിന്നും ലഭിക്കുന്ന പവർ, നമ്മൾ കൊടുക്കുന്നതല്ല. ശരി, പമ്പിന്റെ എഫിഷ്യൻസി 30% എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈറ്റ എന്നൊരു സിമ്പൽ കൊണ്ട് സൂചിപ്പിച്ചാൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന പവറിൽ എത്ര ഔട്ട്പുട്ട് വന്നു, ഇൻപുട്ട് പവറിൽ ഔട്ട്പുട്ട് എത്ര എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ടു ഇൻപുട്ട് പവർ. മനസ്സിലായില്ലേ? ഇൻപുട്ട് പവർ 100 ആണെങ്കിൽ ഔട്ട്പുട്ട് എത്രയേ വന്നുള്ളൂ? 30. നിങ്ങൾ 100 വാട്ട് പവറാണ് ആ പമ്പിൽ കൊടുക്കുന്നതെങ്കിൽ, ഇലക്ട്രിക് പവറാണ് കൊടുക്കുന്നതെങ്കിൽ പമ്പ് 30 വാട്ടേ യൂട്ടിലൈസ് ചെയ്യൂ എന്നാണ്. അതാണ് എഫിഷ്യൻസി 30%. അല്ലാതെ 100 കൊടുക്കുന്നു എന്നല്ല കേട്ടോ, ഇത് റേറ്റ് ആണ്.
ഓക്കെ, സോ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു പി ഔട്ട് ബൈ പി ഇൻ. ഓക്കെ, അതാണ് 30% എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഹൗ മച്ച് ഇലക്ട്രിക് പവർ ഈസ് കൺസ്യൂംഡ് ബൈ ദ പമ്പ്. ഈ പമ്പ് കൺസ്യൂം ചെയ്ത പവർ എത്ര എന്നാണ്. നമ്മൾ 100 കൊടുത്താൽ പമ്പ് നമുക്ക് ഔട്ട്പുട്ടായി 30 തരും. അപ്പോൾ പമ്പ് കൺസ്യൂം ചെയ്ത് എത്ര? 100 എന്ന് വെച്ച് പമ്പ് 100 വാട്ടാണ് കൺസ്യൂം ചെയ്തെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പമ്പ് ഔട്ട്പുട്ട് തരുന്നതാണ് ഇത്രയും. അതിനർത്ഥം പമ്പ് കൺസ്യൂം ചെയ്തത് ഇത്രയും നല്ല. നമ്മൾ കൊടുക്കുന്നത് എത്രയോ അതാണ് പമ്പ് കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ അത് കൺസ്യൂം ചെയ്തിട്ട് മൊത്തം ഇനി വെളിയിൽ തരൂ? ഇല്ല, ഇത്ര മാത്രമേ തരികയുള്ളൂ. അതിന്റെ 30% വെളിയിൽ തരികയുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? യഥാർത്ഥത്തിൽ പി ഔട്ട് ആണോ? അല്ല, പി ഇൻ. പമ്പിലേക്ക് കയറുന്ന പവർ എത്ര? പി ഇൻ. പി ഇൻ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് പി ഇൻ? ഇത് ഇങ്ങോട്ട് ഇപ്പുറത്ത് വരുന്നു, ഈറ്റ താഴെ വരുന്നു. ശരിയല്ലേ? പി ഔട്ട് ബൈ ഈറ്റ. പി ഔട്ട് ബൈ ഈറ്റ എന്ന് പറഞ്ഞാൽ പി ഔട്ട് ബൈ ഈറ്റ എത്രയാണ് എഫിഷ്യൻസി? 30%, 30/100. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഔട്ട് ഇൻറ്റു ഈ 100/30. ഇത് മോളിൽ പോകുമ്പോൾ റെസിപ്രോക്കൽ ആവുമല്ലോ, പി ഔട്ട് ഇൻറ്റു 100/30. ഓക്കെ, അപ്പൊ ഇതാണ് പമ്പെങ്കിൽ നമ്മൾ ഇലക്ട്രിക് പവർ കൊടുക്കുകയാണ്. അത്രയും പവർ പമ്പ് കൺസ്യൂം ചെയ്യുന്നു. അതിനർത്ഥം പമ്പ് കൺസ്യൂം ചെയ്ത അത്രയും പവർ എന്ത് ചെയ്യുന്നു? പമ്പ് പുറത്തു വരുന്നു എന്നല്ല. 100 വാട്ട് പമ്പ് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 30 വാട്ട് എന്ന നിരക്കിലെ പമ്പ് പുറത്ത് തരികയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ കൊടുത്ത ഇൻപുട്ട് പവർ എത്രയാണ്? നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് പവർ എത്രയാണ്? ദാ ഇത്രയാണ്. കണ്ടില്ലേ? 15 മിനിറ്റ് പമ്പ് പ്രവർത്തിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് പവറാണ് ഇത്രയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്ത ഇൻപുട്ട് പവർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? പി ഔട്ട് ഇൻറ്റു 100/30. പി ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയ പവർ ഇൻറ്റു 100/30. അപ്പൊ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4.36 × 10⁴ വാട്ട് എന്ന് കിട്ടും. അല്ലെങ്കിൽ 43.6 കിലോ വാട്ട് എന്ന് കിട്ടും. ഇത്രയും ഇത് വാട്ടാണ്, അതിനെ കിലോ വാട്ടിലാക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 1000 വാട്ടാണ് 1 കിലോ വാട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പവർ, അത് ഈ പമ്പ് കൺസ്യൂം ചെയ്യുന്നു. പുറത്ത് തരുന്ന പവർ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന അത്രയും പുറത്ത് വരില്ല. കൊടുക്കുന്ന മുഴുവൻ പുറത്ത് തന്നിരുന്നുവെങ്കിൽ 100% എഫിഷ്യൻസി എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ 30% എഫിഷ്യൻസി. എന്ന് വെച്ചാൽ 100 വാട്ട് ഇലക്ട്രിക് പവർ കൺസ്യൂം ചെയ്താൽ ഔട്ട്പുട്ട് ആയിട്ട് 30 വാട്ടേ കിട്ടുകയുള്ളൂ. ശരിയല്ലേ? അപ്പൊ ബാക്കി 60 എന്തായി? വേസ്റ്റ് ആയി പോവുകയല്ലേ? ശരിയാണ്. പക്ഷെ അത് അതിന്റെ ഇൻഹറന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേസ്റ്റേജ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. ഇൻപുട്ട് എത്ര കൊടുക്കുന്നോ അതിന് എത്ര ഔട്ട്പുട്ട് കിട്ടുന്നു എന്നതിന്റെ റേഷ്യോയാണ് എഫിഷ്യൻസി. ക്ലിയർ ആയല്ലോ? ഇതുവരെ ക്ലിയർ ആയല്ലോ? വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 1-2 തവണ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യുക? നിങ്ങളുടെ പുസ്തകത്തിലേക്ക് ആക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഓഫ് മാസ് 0.5 കിലോഗ്രാം travels in a straight line with a velocity v equal to ax raised to 3/2, where a equal to 5 meter raised to -12 s raised to -1. What is the work done by the net force during its displacement from x equal to 0 to x equal to 2 meter? അപ്പോൾ ഒരു പാർട്ടിക്കിൾ, അതിന്റെ മാസ് 0.5 കിലോഗ്രാം ആണ്. അതൊരു സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുകയാണ്. വെലോസിറ്റി എന്താണ്? എത്രയാണ്? v equal to ax raised to 3/2, where a is 5 meter raised to -12 s raised to -1. ഇതൊരു കോൺസ്റ്റന്റ് ആണ് വിത്ത് എ യൂണിറ്റ് ഉള്ള ഒരു കോൺസ്റ്റന്റ് ആണ് ഇത്. എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നാണ്. ഡിസ്പ്ലേസ്മെന്റിന് അനുസരിച്ച് ഇത് മാറുന്നു എന്നാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ഡ്യൂറിംഗ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 2 മീറ്റർ. അപ്പോൾ ഈ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റിനനുസരിച്ച് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുകയാണ്. ശരിയല്ലേ? ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നുണ്ട്. കാര്യം ഇത് ട്രാവൽ ചെയ്യുകയാണ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 മീറ്റർ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റിൽ ഈ ഫോഴ്സ് ഈ പാർട്ടിക്കിളിൽ ചെയ്ത വർക്ക് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സംശയമില്ലല്ലോ? പാർട്ടിക്കിളിന്റെ മാസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയെന്ന് നോക്കാം. നമുക്കിപ്പോ എവിടെ മുതൽ എവിടെ വരെയാണ്? എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 2 മീറ്റർ വരെ. എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നോക്കൂ, മാസ് എം എത്രയാണ് പാർട്ടിക്കിളിന്റെ? 0.5 കിലോഗ്രാം. വെലോസിറ്റി അതൊരു ഫംഗ്ഷൻ ആണ്. ഈ എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ അല്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായില്ലേ? ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ കണ്ടോ?
യൂണിറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്, യൂണിറ്റ് ഉള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. ax⁻³ എന്ന് വെച്ചാൽ എക്സ് മാറുമ്പോൾ വിയും മാറുന്നു, അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, നിങ്ങൾക്കറിയാം ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. x=0 മീറ്ററിൽ ഒരു വെലോസിറ്റി, അതിനെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നു. x=2 മീറ്ററിൽ ഒരു വെലോസിറ്റി. നിങ്ങൾക്കറിയാം ഒരു വസ്തുവിൽ വർക്ക് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി മാറില്ലേ? വർക്ക് എനർജി തിയറം പറയുന്നത് എന്താണ്? വർക്ക് ഡൺ ഓൺ എ പാർട്ടിക്കിൾ ഓർ എ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് x=0 മുതൽ x=2 മീറ്റർ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റിൽ നെറ്റ് ഫോഴ്സ് ചെയ്ത വർക്ക്, ഈ പാർട്ടിക്കിളിൽ ചെയ്യപ്പെട്ട വർക്ക് എത്രയാണ് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെ കൈനറ്റിക് എനർജിയിലെ ഇൻക്രീസ് എത്രയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പൊ വർക്ക് ഡൺ കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ കൈനറ്റിക് എനർജിയിലെ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം, ഫൈനൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം, ഡിഫറൻസ് എടുക്കണം. ഇനിഷ്യൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി വേണം, ഫൈനൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഫൈനൽ വെലോസിറ്റി വേണം. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? x 2 മീറ്റർ ഉള്ളപ്പോൾ ആണ് ഫൈനൽ വെലോസിറ്റി, x=0 ഉള്ളപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് x നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ax⁻³². അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് x=0 എന്ന് പറഞ്ഞാൽ ഇവിടെ x-ന് 0 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? 0⁻³ എന്താണ്? 0. സോ a×0 0. ഫൈനൽ വെലോസിറ്റി ആയിട്ട് x= എത്ര എന്നാ പറഞ്ഞിരിക്കുന്ന? 2 മീറ്റർ. അപ്പൊ x-ന് പകരം എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ശരിയല്ലേ? സോ v2 = a×2⁻³². ശരിയല്ലേ? ഈ എയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട് 5. 5×2⁻³². ഓക്കെ. അപ്പൊ ഇനി നമുക്ക് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ½mv2² മൈനസ് ½mv0². ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് x=2, അതാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 2. അറ്റ് x=0 ആണ് ഈ 0. മനസ്സിലായോ? സോ ഇനിഷ്യൽ വെലോസിറ്റി ആണ് v0 എന്ന് പറഞ്ഞാൽ അറ്റ് x=0 ആണ്. ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ് x=2. അപ്പോ ഫൈനൽ കൈനറ്റിക് എനർജി എത്രയാണ്? ½mv2². ഇനിഷ്യൽ കൈനറ്റിക് എനർജി എത്ര? ½mv0². ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ½mv2² മൈനസ് ½ mv0². ശരിയല്ലേ? അത് എന്തിന് തുല്യമാണ്? ആ വ്യത്യാസം ഈ പാർട്ടിക്കിളിൽ ചെയ്യപ്പെട്ട വർക്കിന് തുല്യമാണ്. സോ വർക്ക് ഡൺ ഈക്വൽ ടു ഇൻക്രീസ് ഇൻ കൈനറ്റിക് എനർജി. അപ്പൊ ½mv2² മൈനസ് ½ mv0². ½ പുറത്തെടുത്താൽ ½ m×v2² v0² എന്ന് കിട്ടും. സോ m-ന് പകരം 0.5 കൊടുക്കുക. 0.5 അല്ലേ മാസ്? 0.5 ആണ് മാസ്. v2² എന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5×2⁻³² മൈനസ് v0 എന്ന് പറഞ്ഞാൽ 0, അതിന്റെ സ്ക്വയർ 0². പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട, ഇത് മാത്രമേ ഉള്ളൂ. സോ ½×0.5 ഇതിന്റെ സ്ക്വയർ എത്രയാണ്? ab² എന്ന് പറഞ്ഞാൽ a⁻m×b⁻m. ശരിയല്ലേ? സോ 5/2 പിന്നെ എത്രയേ ഉള്ളൂ? 2/3/2 എന്ന് വെച്ചാൽ എത്രയാണ്? 2/3/2 × 2 ക്യാൻസൽ ചെയ്ത് പോയി 2³ എന്ന് കിട്ടും. ഇതൊക്കെ ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസ് ആണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 50 ജൂൾ എന്ന് കിട്ടും. ഇതാണ് ഉത്തരം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക, ഒന്ന് എഴുതി പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് ആക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ ഫാമിലി യൂസസ് 8 kW ഓഫ് പവർ. ഓക്കെ. അവർ കൺസ്യൂം ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 8 kW ആണ്. Direct solar energy is incident on the horizontal surface at an average rate of 200 watt per square meter. അപ്പൊ ഇവരെന്താണ്? സോളാർ പാനൽ വെച്ചിട്ടുണ്ട്. ആ സോളാർ പാനലിൽ സോളാർ എനർജി, നിങ്ങൾക്കറിയാം സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ എനർജി ഇലക്ട്രിക് എനർജിയാക്കി മാറ്റുകയാണ്. ശരിയല്ലേ? വൈദ്യുതിയാക്കി മാറ്റുകയാണ്. അതൊരു എനർജിയാണ്. അപ്പോ സോളാർ എനർജി വന്നിടിക്കുന്നത്, സോളാർ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജിയാണ് ഇല്ലേ? ജൂളാണ് അതിന്റെ യൂണിറ്റ്, എനർജിയുടെ യൂണിറ്റ്. അത് ഇന്ന സമയം അല്ലെങ്കിൽ ആ എനർജി സോളാർ പാനലിൽ വന്ന് വീഴുന്ന റേറ്റ് എത്ര എന്ന് ചോദിച്ചാൽ 200 വാട്ട് പെർ സ്ക്വയർ മീറ്റർ. ഒരു സ്ക്വയർ മീറ്ററിൽ 200 വാട്ടാണ്
എന്ത് ചെയ്യുന്നത്, സോളാർ എനർജി വന്ന് വീഴുന്നത്. അതായത് 200 വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പവറാണ്. മനസ്സിലായില്ലേ, പവറാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ രീതിയിലും പറയാമല്ലോ. എനർജി ബൈ ടൈം ആണ്, അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട്, ഇപ്പോൾ 1 സെക്കൻഡിലോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം വന്ന് വീഴുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ, 1 മീറ്റർ സ്ക്വയറിൽ 200 വാട്ട് എന്ന നിരക്കിലാണ് എന്ത് ചെയ്യുന്നത്, സോളാർ എനർജി വന്ന് ഹൊറിസോണ്ടൽ സർഫസിൽ വീഴുന്നത്. ക്വസ്റ്റ്യൻ തീർന്നില്ല. ഇഫ് 20% ഓഫ് ദിസ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ വന്ന് വീഴുന്ന 100%-നെയും ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ വരുന്നത് 100 വാട്ടാണെങ്കിൽ അതിൽ 20 വാട്ട് മാത്രമേ യൂസ്ഫുൾ ആയ ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇത് പറയുന്നത്. 20% അതിന്റെ എഫിഷ്യൻസി കൂട്ടിയാൽ വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോ ഇഫ് 20% ഓഫ് ദിസ് എനർജി ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ ഇലക്ട്രിക്കൽ എനർജി, ക്വസ്റ്റ്യൻ വരികയാണ് ഇനി, ഹൗ ലാർജ് ആൻ ഏരിയ ഈസ് നീഡഡ് ടു സപ്ലൈ 8 കിലോ വാട്ട്. അപ്പോൾ ഈ ഫാമിലിക്ക് വേണ്ടത് 8 കിലോ വാട്ട് പവറാണ്. സോളാർ എനർജി വന്ന് വീഴുന്നത് എന്ന് പറഞ്ഞാൽ 200 വാട്ട് പെർ സ്ക്വയർ മീറ്റർ എന്ന നിരക്കിലാണ്. ആ വന്ന് വീഴുന്നതിന്റെ 20%-മേ യൂസ്ഫുൾ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 8 കിലോ വാട്ട് പവർ ഈ യൂസേജ് ഉള്ള ഈ ഫാമിലിക്ക് വേണ്ട ഏരിയ എത്രയാണ്? സോളാർ പാനലിന്റെ അല്ലെങ്കിൽ ആ സോളാർ എനർജി വന്ന് വീഴുന്ന ആ പാനലുകൾ അടുക്കി വെച്ചിരിക്കുന്ന ആ ഏരിയ എന്തുമാത്രം വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? 1 സെക്കൻഡിൽ 200 വാട്ട് ആണ് 1 സ്ക്വയർ മീറ്ററിൽ വീഴുന്നത്. ഓക്കെ, ഇതാണ് 1 മീറ്റർ സ്ക്വയർ എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരുപാട് മീറ്റർ സ്ക്വയറുകൾ ചേരുമ്പോഴാണ് ഒരു ഏരിയ ഉണ്ടാവുന്നത്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഏരിയ എത്ര വേണം എന്നാണ്. 8 കിലോ വാട്ട് പവർ ഈ ഫാമിലിക്ക് വേണ്ടി സപ്ലൈ ചെയ്യണമെങ്കിൽ എന്തുമാത്രം ഏരിയയിൽ സോളാർ എനർജി വന്ന് ഇടിക്കണം എന്നാണ്. ആ ഏരിയ നമുക്ക് ചെയ്തു തുടങ്ങാം. ആ ഏരിയ എ ആണ് എന്ന് വിചാരിക്കുക, എ മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ വന്ന് വീഴുന്ന സോളാർ പവർ എത്രയായിരിക്കും? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ 1 സെക്കൻഡിൽ 200 വാട്ട് വന്ന് വീഴുന്നു. അങ്ങനെയാണെങ്കിൽ എ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, എ മീറ്റർ സ്ക്വയർ, 1 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേറ്റ് ആണ് പറയുന്നത്. 1 മീറ്റർ സ്ക്വയറിൽ 1 സെക്കൻഡിൽ 200 വാട്ട് വീഴുമെങ്കിൽ എ മീറ്റർ പെർ സെക്കൻഡ്, എ മീറ്റർ സ്ക്വയറിൽ എന്ത് വീഴും? 200 ഇൻറ്റു എ, ശരിയല്ലേ? ഒരെണ്ണത്തിൽ 200 എങ്കിൽ 10 എണ്ണത്തിൽ എത്രയായിരിക്കും കുട്ടികളെ? 200 ഇൻറ്റു 10. അപ്പോൾ ഒരെണ്ണത്തിൽ 200 എങ്കിൽ എ മീറ്റർ സ്ക്വയറിൽ എത്രയായിരിക്കും? 200 ഇൻറ്റു എ. അപ്പോൾ 1 സെക്കൻഡിൽ എ മീറ്റർ സ്ക്വയറിൽ 200 വാട്ട് പവർ വന്ന് ഇടിക്കുകയാണ്. ഓക്കെ, എ മീറ്റർ സ്ക്വയറിൽ 200 ഇൻറ്റു എ, അത്രയും പവർ വന്ന് ഇടിക്കുകയാണ്. 1 മീറ്റർ സ്ക്വയറിൽ 200 വാട്ട്, എ മീറ്റർ സ്ക്വയറിൽ 200 ഇൻറ്റു എ വാട്ട് പവർ വന്ന് ഇടിക്കുകയാണ് 1 സെക്കൻഡിൽ. ഓക്കെ, അപ്പോൾ ഈ വന്നിടിക്കുന്ന പവർ മുഴുവനും യൂസ്ഫുൾ ആയ ഇലക്ട്രിക്കൽ പവറായി മാറോ? ഇല്ല, 20% മാത്രം. അപ്പോൾ ഈ വന്ന് വീഴുന്ന പവറിന്റെ 20% യൂസ്ഫുൾ ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഇതിന്റെ 20% കണ്ടുപിടിക്കൂ. 200 ഇൻറ്റു എ, അതിന്റെ 20% എന്ന് പറഞ്ഞാൽ 20/100 ഇൻറ്റു 200 എ. എ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഒന്നുമല്ല, എ മീറ്റർ സ്ക്വയർ ആണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെത്ര കിട്ടും? 40 ഇൻറ്റു എ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് വന്ന് വീഴുന്ന സോളാർ റേഡിയേഷന്റെ, സോളാർ പവറിൽ നിന്നും നമുക്ക് കിട്ടുന്ന യൂസ്ഫുൾ ആയ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് പവർ. ഓക്കെ, അത് ഈ ഫാമിലിക്ക് എത്ര വേണം എന്നാ പറയുന്നത്? 8 കിലോ വാട്ട് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും? അപ്പോൾ 8 കിലോ വാട്ടിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ 8000 വാട്ടിന് തുല്യമായിരിക്കും. മനസ്സിലായി പറഞ്ഞത്? 200 എ ആണ് മൊത്തത്തിൽ വന്ന് വീഴുന്നത്.
അതിന്റെ 20% ആ ഫാമിലിക്ക് ആവശ്യമുള്ളത്. ആ ഫാമിലിക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്, 8 കിലോ വാട്ട്. അപ്പോ ഈ കിട്ടിയ സാധനം എന്ന് പറഞ്ഞാൽ 8 കിലോ വാട്ടിന് തുല്യമല്ലേ? 40A ഈക്വൽ ടു കിലോ വാട്ടിനെ വാട്ടാക്കുക ഇൻറ്റു 1000, 8000. അപ്പോൾ എ കണ്ടുപിടിക്കപ്പെട്ടില്ലേ? ഇവിടെ ഏരിയ അല്ലേ കണ്ടുപിടിക്കേണ്ട? ടോട്ടൽ ഏരിയ എത്രയാണപ്പോ? 8000 ഡിവൈഡഡ് ബൈ 40, 200 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഈ ഫാമിലിക്ക് വേണ്ട സോളാർ പവർ എന്തുമാത്രം ഏരിയയിൽ വന്ന് പതിക്കണം? 200 മീറ്റർ സ്ക്വയറിൽ വന്ന് പതിക്കണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നോക്കാം. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടിലേക്ക് ആക്കുക. ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ NCERT പുസ്തകത്തിലെ ഒരു സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ആൻ എലവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് ക്യാൻ ക്യാരി എ മാക്സിമം ലോഡ് ഓഫ് 1800 കിലോഗ്രാം. ഓക്കെ, ആ എലവേറ്ററിന് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന മാക്സിമം ലോഡ് അല്ലെങ്കിൽ അതിൽ കയറുന്ന എലവേറ്ററും പാസഞ്ചേഴ്സും ചേർന്ന മാക്സിമം ലോഡ് എത്രയാണ്? 1800 കിലോഗ്രാം ആണ്. ഓക്കെ, so an elevator can carry a load of 1800 kilogram is moving up with a constant speed of 2 meter per second. അപ്പോൾ മുകളിലേക്ക് കോൺസ്റ്റന്റ് സ്പീഡോട് കൂടിയാണ് മൂവ് ചെയ്യുന്നത്. തെറ്റരുത്, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ല, കോൺസ്റ്റന്റ് സ്പീഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണിത്. The frictional force opposing the motion is 4000 Newton. ഈ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ദാ ഇങ്ങോട്ട്, അത് 4000 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടോർ ടു ദ എലവേറ്റർ ഇൻ വാട്ട്സ് ആസ് വെൽ ആസ് ഇൻ ഹോഴ്സ് പവർ. ഓക്കെ, അപ്പോ ഈ എലവേറ്ററിനെ മുകളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? മുകളിലേക്ക് പോകാനുള്ള പവർ കൊടുക്കുന്നത് ആരാണ്? ഒരു മോട്ടോറാണ്. ശരിയല്ലേ? അപ്പൊ ആ മോട്ടോർ കൊടുക്കേണ്ട മിനിമം പവർ എത്ര എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, അല്ലെങ്കിൽ വർക്ക് ബൈ ടൈം, അല്ലെങ്കിൽ എനർജി ബൈ ടൈം. മറ്റൊരു ഫോർമുല എന്താണ്? ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ എലവേറ്ററിന് മോട്ടോർ പവർ കൊടുക്കുകയാണ്. ആ എലവേറ്റർ എന്ത് വെലോസിറ്റിയിലാ മുകളിലേക്ക് പോകുന്നത്? 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി കിട്ടിയേ. ഇനി ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ആരൊക്കെ? അല്ലെങ്കിൽ ഈ മോട്ടോർ കൊടുക്കുന്ന ഫോഴ്സ് എത്ര? ഈ മോട്ടോർ ഫോഴ്സ് കൊടുത്താലല്ലേ ഇത് മുകളിലേക്ക് പോകൂ. എന്തുമാത്രം ഫോഴ്സാ കുട്ടികളെ ഈ മോട്ടോർ ഈ എലവേറ്ററിന് കൊടുക്കേണ്ടത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഈ എലവേറ്ററിനെ മുകളിലേക്ക് പോകാൻ സമ്മതിക്കാത്ത ഫോഴ്സുകൾ ആരൊക്കെയെന്ന് നോക്കണം. ആരൊക്കെയാണ് മുകളിലേക്ക് പോകാൻ സമ്മതിക്കാത്തത്? ഒന്ന്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ശരിയല്ലേ? അത് എപ്പോഴും താഴേക്കായിരിക്കും. അത് മുകളിലേക്ക് പോകാൻ സമ്മതിക്കുമോ? ഇല്ല. അതുപോലെ ഇത് മുകളിലേക്ക് പോകുമ്പോൾ ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ആരുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഇയാളെ മുകളിലേക്ക് പോകാൻ സമ്മതിക്കാതെ താഴേക്ക് പിടിച്ചു വലിക്കുന്ന 2 ഫോഴ്സുകളാണുള്ളത്. ആരൊക്കെ? ഒന്ന് ഗ്രാവിറ്റിയും പിന്നെ ഒന്ന് ഫ്രിക്ഷനും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സമ്മായിട്ട് ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയി വർക്ക് ചെയ്താലേ മുകളിലേക്ക് പോകൂ. അപ്പോ ഈ മോട്ടർ എന്തുമാത്രം ഫോഴ്സ് കൊടുക്കണം? ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഈ ഫോഴ്സുകളുടെ തുക എത്രയാണോ അത്രയും ഫോഴ്സ് മുകളിലേക്ക് പോകാൻ കൊടുക്കണം. ശരിയല്ലേ? അപ്പൊ നോക്കിക്കേ, ദ ഡൗൺവേർഡ് ഫോഴ്സ് ഓൺ ദ എലവേറ്റർ. എലവേറ്ററിലേക്ക് താഴേക്കുള്ള ഫോഴ്സുകൾ ആരൊക്കെയാണ്? F ഈക്വൽ ടു mg പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ശരിയല്ലേ? എം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് ക്യാരി ചെയ്യുന്ന മാക്സിമം ലോഡ് 1800 കിലോഗ്രാം ഇൻറ്റു G 10 എടുക്കുന്നു, പ്ലസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 4000 ന്യൂട്ടൺ. 4000 ചെയ്യുമ്പോൾ 22,000 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ മോട്ടോർ ഇത്രയും ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഇയാൾ എന്ത് ചെയ്യുള്ളൂ? ഈ എലവേറ്റർ മുകളിലേക്ക് പോവുകയുള്ളൂ. കണ്ടോ?
ദ മോട്ടോർ മസ്റ്റ് സപ്ലൈ ഇനഫ് പവർ ടു ബാലൻസ് ദിസ് ഫോഴ്സ്. ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള പവർ കൊടുത്താൽ മാത്രമേ ഇയാൾ മുകളിലേക്ക് പോകും. ശരിയല്ലേ? അപ്പോ കണ്ടുപിടിക്കേണ്ട പവർ P ഈക്വൽ ടു എഫ് ഇൻറ്റു വി എന്നുള്ള ഫോർമുലയിൽ എഫ് എത്രയായിരിക്കും? 22,000 ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് ഈ എലിവേറ്റർ മുകളിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ്. സോ 22,000 ഇൻറ്റു 2 44,000 വാട്ട്. ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് കഴിഞ്ഞു. ഈ പവർ വാട്ടിൽ കണ്ടുപിടിക്കുക. അതുപോലെ ഈ പവർ ഹോഴ്സ് പവറിലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ്? ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ശരിയല്ലേ? മനസ്സിലായില്ലേ? അപ്പോ വാട്ടിനെ ഹോഴ്സ് പവർ ആക്കാൻ എന്ത് ചെയ്യണം? വാട്ടിനെ ഹോഴ്സ് പവർ ആക്കണം. എന്ത് ചെയ്യണം? 746 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ അതോ 746 കൊണ്ട് ഡിവൈഡ് ചെയ്യണോ? ക്ലിയർലി 746 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ശരിയല്ലേ? എത്ര 746 ഇതിനകത്തുണ്ടോ അത്രയും ഹോഴ്സ് പവർ ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ 44,000 ഡിവൈഡഡ് ബൈ എത്ര? 746 നിയർലി ഈക്വൽ ടു എത്ര? ചെയ്തു നോക്കിയാൽ മതി. 59 HP എന്ന് കിട്ടും ഹോഴ്സ് പവർ. ക്ലിയർ അല്ലേ? വളരെ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്ക് തുടങ്ങാം. കുട്ടികളെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നു, കൊളിഷൻസ്. ഓക്കെ, കുറച്ച് ഹെവി ആയ ടോപ്പിക്കാണ്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സഹിഷ്ണുതയോടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അതുപോലെ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, അപ്പം ഇത് ഹെവി ആണെന്ന് പറയാൻ കാര്യം എന്താണ്? ഈ ഒരു അപ്രോച്ചിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിന് നല്ല ഗുണം ചെയ്യും, പരീക്ഷയ്ക്കും ഗുണം ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചുരുക്കി പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഡീറ്റെയിൽഡ് ആയി തന്നെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുക. ഓക്കെ, ശരി. അപ്പം നമുക്ക് തുടങ്ങാം. എന്താണ് കൊളിഷൻസ്? ഓക്കെ, കൊളിഷൻ എന്താണ് കൊളിഷൻ? കൊളിഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? കൂട്ടിമുട്ടൽ എന്നാണ്. മനസ്സിലായില്ലേ? ഫിസിക്സിൽ കൊളിഷൻ എന്ന് പറയുന്നതിന്റെ ഒരു വേഗായ മീനിങ് എന്താണ് എന്നാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, എ കൊളിഷൻ ഈസ് സെറ്റ് ടു ടേക്ക് പ്ലേസ് വെൻ ഐദർ ടു ബോഡീസ് ഫിസിക്കലി കൊളൈഡ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ഓർ when the path of one body is changed by the influence of the other body. ഓക്കെ, അപ്പോൾ ഫിസിക്സിൽ ഒരു കൊളിഷൻ നടക്കണമെങ്കിൽ രണ്ട് ബോഡികൾ, ഇപ്പോൾ ഇതാണ് രണ്ട് ബോഡി, അവ ഫിസിക്കലി കൊളൈഡ് ചെയ്യാം, അതായത് ഇങ്ങനെ കൂട്ടിമുട്ടാം, ഒന്ന് മറ്റൊന്നിനോട് കൂട്ടിമുട്ടാം. അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഇൻഫ്ലുവൻസിൽ, നോക്കൂ, ഇതൊരു വലിയ ബോഡിയാണ്, ഇതൊരു വലിയ ബോഡി, ഇതൊരു ചെറിയ ബോഡി. അപ്പൊ ഈ വലിയ ബോഡിയുടെ ഇൻഫ്ലുവൻസിൽ ഈ ചെറിയ ബോഡിയുടെ പാത്ത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്തു പോകുന്നു. അതിനെയും എന്തെന്ന് പറയാം? നമുക്ക് കൊളിഷൻ എന്ന് പറയാൻ പറ്റും. ഇതാണ് കൊളിഷന്റെ എന്താണ് വളരെ ജനറലായ മീനിങ്. ഫിസിക്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോ കൊളിഷന്റെ ഫലമായി നിങ്ങൾ ശ്രദ്ധിക്കണം, പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി നമ്മൾ മാത്തമാറ്റിക്കലി പിന്നെ പ്രൂവ് ചെയ്യും. അപ്പോൾ കൊളിഷന്റെ ഫലമായി ഇന്ററാക്ടിംഗ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൂട്ടിമുട്ടുന്ന ബോഡികൾ, അല്ലെങ്കിൽ ഒരു ബോഡിയുടെ ഇൻഫ്ലുവൻസിൽ എന്താണ് മറ്റൊരു ബോഡിയുടെ ട്രാജക്ടറി അല്ലെങ്കിൽ പാത്ത് മാറുന്നു. അപ്പൊ ഈ രണ്ട് ബോഡികളെയാണ് നമ്മൾ ഇന്ററാക്ടിംഗ് ബോഡികൾ എന്ന് വിളിക്കുന്നത്. കൊളിഷനിൽ പങ്കെടുക്കുന്ന ബോഡികളെയാണ് ഇന്ററാക്ടിംഗ് ബോഡികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കൊളിഷന്റെ ഫലമായി ഇന്ററാക്ട് ചെയ്യുന്ന ബോഡികളുടെ മൊമെന്റവും കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്യും. ഓക്കെ, മൊമെന്റവും കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്യും. അപ്പൊ നോക്കൂ, ഇതിനകത്ത് ഒരു കൊളിഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ നോക്കൂ, ഈ ബോഡി ഇവിടെ കൊളൈഡ് ചെയ്താൽ ഈ ബോഡി ഇതിനകത്ത് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അപ്പൊ ഈ ബോഡി എന്ത് ചെയ്യും? തിരിച്ചിങ്ങോട്ട് മറ്റൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, അല്ലെ? ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം. ഓക്കെ, അപ്പോ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇൻവോൾവ് ചെയ്ത ഈ ഫോഴ്സുകൾ ആക്ഷനും റിയാക്ഷനുമാണ്. ശരിയല്ലേ? ഇപ്പൊ ഇതൊരു സിസ്റ്റം, ഒരു ഹോൾ സിസ്റ്റമാണ് ഇതെന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഫോഴ്സുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്, ആക്ഷനും റിയാക്ഷനും. അത് ഇന്റേണൽ ഫോഴ്സുകളാണ്. ശരിയല്ലേ? ആ ഇന്റേണൽ ഫോഴ്സുകൾ എന്ത് ചെയ്യില്ല? മൊമെന്റത്തിനെ ബാധിക്കില്ല.
അതായത് ഈ കൊളിഷന് മുമ്പ് ഉണ്ടായിരുന്ന മൊമെന്റം എന്നത് തന്നെ ആയിരിക്കും കൊളിഷന് ശേഷം ഉണ്ടാകുന്ന മൊമെന്റം. കാര്യം എന്താണ്? മൊമെന്റം മാറണമെങ്കിൽ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഈ സിസ്റ്റം ഓഫ് ടു നോക്കൂ, ഇവിടെ രണ്ട് പാർട്ടിക്കിൾ അല്ലെങ്കിൽ രണ്ട് ബോഡികൾ ചേരുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. ആ സിസ്റ്റത്തിന് പുറമേ നിന്നൊരു ഫോഴ്സ് വന്നിട്ടില്ല. എല്ലാ അകത്തുള്ള ഫോഴ്സ് അല്ലേ ഈ ആക്ഷനും റിയാക്ഷനും, ഇന്റേണൽ ഫോഴ്സുകളാണ്. അപ്പൊ ഇന്റേണൽ ഫോഴ്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൊമെന്റം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഈ സിസ്റ്റത്തിന്റെ. അപ്പോ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. എന്താണ്? അതായത് ഇന്ററാക്ട് ചെയ്യുന്ന ഈ ബോഡികൾ ചേരുന്ന രണ്ട് ബോഡികൾ ചേരുന്ന ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കൊളിഷന് മുമ്പ് ഉണ്ടായിരുന്ന ടോട്ടൽ മൊമെന്റം തന്നെ ആയിരിക്കും കൊളിഷന് ശേഷം ഉണ്ടാകുന്ന ടോട്ടൽ മൊമെന്റവും. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ എനർജിയാണ്. ശ്രദ്ധിക്കണം, ഈ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, മെക്കാനിക്കൽ എനർജി മാത്രമല്ല പറയുന്നത്, ടോട്ടൽ എനർജിയാണ്. ഏതൊരു തരത്തിലുള്ള എനർജി ഫോർമേഷനും അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷനും ഉണ്ടായാലും ടോട്ടൽ എനർജി എന്നത്, ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്നത് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് കൊളിഷൻ ദ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദ ഇന്ററാക്ടിംഗ് ബോഡീസ് ചേഞ്ച്. എന്ന് വെച്ചാൽ ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞു കൺസർവ്ഡ് ആണ്. പിന്നെ ഈ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓരോ ബോഡികളുടെയും മൊമെന്റവും കൈനറ്റിക് എനർജിയും ചേഞ്ച് ചെയ്യാം. പക്ഷെ ആസ് എ ഹോൾ ദ സിസ്റ്റത്തിന്റെ മൊമെന്റവും കൈനറ്റിക് എനർജി എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല, കൺസേർവ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ തരം കൊളിഷനും അങ്ങനെ ചേഞ്ച് ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മൊമെന്റവും കൈനറ്റിക് എനർജി അല്ല, മൊമെന്റവും ടോട്ടൽ എനർജിയും കൺസർവ്ഡ് ആയിരിക്കും. കൈനറ്റിക് എനർജി അല്ല, അത് വിട്ടേക്കുക. മൊമെന്റവും ടോട്ടൽ എനർജിയും കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ, മൊമെന്റവും ടോട്ടൽ എനർജിയും കൺസർവ്ഡ് ആയിരിക്കും ഈ സിസ്റ്റത്തിന്റെ. എന്നാൽ ഇന്ററാക്ട് ചെയ്യുന്ന ഈ പാർട്ടിക്കിളുകളുടെ മൊമെന്റം എന്ത് ചെയ്യാം? മാറാം. ഓരോന്നിനും ഓരോ മൊമെന്റം ആയിരിക്കും. പക്ഷെ ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ മൊമെന്റം എന്നത് കൊളിഷന് മുമ്പും കൊളിഷന് ശേഷവും ഒരേ വാല്യൂ ആയിരിക്കും. ടോട്ടൽ എനർജി എന്നത് കൊളിഷന് മുമ്പും കൊളിഷന് ശേഷവും ഒരേ വാല്യൂ ആയിരിക്കും. അപ്പൊ ഇതാണ് കൊളിഷനെ സംബന്ധിക്കുന്ന ബേസിക് ആയ ഐഡിയകൾ. നിങ്ങൾ ഇത് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ മുതൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയി കൊളിഷന്റെ പല വെറൈറ്റികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊക്കെ മൊമെന്റം എങ്ങനെയാണ്, കൈനറ്റിക് എനർജി എങ്ങനെയാണ് കൺസർവ് ചെയ്യപ്പെടുമോ, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, കുറെ സ്പെഷ്യൽ കേസസ്, സബ് കേസസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് വളരെ ഹെവി ആയ ഒരു ടോപ്പിക്കാണ്. വളരെ സഹിഷ്ണുതയോടെ ഇരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോഴേ പഠിച്ചു പോയി കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതുമ്പോൾ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.